मेरे प्यारे देशवासियों, नमस्कार। कोरोना की दूसरी കൊറോണയുടെ രണ്ടാം വ്യാപനത്തിനെതിരായ യുദ്ധം और दूसरी वेव से हम ഭാരതവാസികൾ തുടരുകയാണ്. जारी दुनिया के ലോകത്തെ നിരവധി രാജ്യങ്ങൾ പോലെ भारत ഭാരതവും ഈ യുദ്ധം മൂലം के दौरान വളരെയധികം വേദന അനുഭവിക്കുന്നു. बहुत बड़ी पीड़ा से गुजरा है। हम में से നമ്മളിൽ ധാരാളം ആളുകൾക്ക് अपने സ്വന്തക്കാരെയും പരിചിതരെയും നഷ്ടപ്പെട്ടു. अपने परिचितों को खोया है। ऐसे ഈ കുടുംബങ്ങളോടുള്ള എന്റെ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. वेदनाएं हैं। साथियों, സുഹൃത്തുക്കളെ, बीते ഇത് കഴിഞ്ഞ 100 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ മഹാമാരിയാണ്. आई ये सबसे बड़ी महामारी है, त्रासदी है। ഏറ്റവും വലിയ ആപത്താണ്. इस तरह की महामारी ഇത്തരത്തിലുള്ള മഹാമാരി ആധുനിക ലോകം കണ്ടിട്ടേയില്ല, न देखी थी അനുഭവിച്ചിട്ടില്ല. न अनुभव की थी। इतनी ഇത്രയും വലിയ വിശ്വമഹാമാരി हमारा देश നമ്മുടെ രാജ്യം എല്ലാ മേഖലകളിലും ഒരുമിച്ച് നേരിട്ടു. एक साथ लड़ा है। कोविड अस्पताल കോവിഡ് ആശുപത്രി നിർമ്മാണം മുതൽ आईसीयू ICU ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, भारत में ഭാരതത്തിലെ വെന്റിലേറ്റർ നിർമ്മാണം മുതൽ टेस्टिंग ടെസ്റ്റിംഗ് ലാബുകളുടെ ദീർഘ നെറ്റ്വർക്കുകൾ തയ്യാറാക്കുന്നത് മുതൽ कोविड से കോവിഡിനെതിരെ പോരാടാൻ बीते सवा साल में കഴിഞ്ഞ 1.25 വർഷം देश में രാജ്യത്ത് ഒരു പുതിയ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കിയിട്ടുണ്ട്. इंफ्रास्ट्रक्चर तैयार किया गया है। सेकंड वेव के दौरान രണ്ടാം വ്യാപനത്തിനിടയിൽ अप्रैल और ഏപ്രിൽ മെയ് മാസങ്ങളിൽ भारत में ഭാരതത്തിൽ മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യം डिमांड സങ്കൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ വർദ്ധിച്ചു. भारत के इतिहास में ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും इतनी ഇത്രയും ധാരാളം മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യം मात्रा की जरूरत അനുഭവപ്പെട്ടിട്ടില്ല. भी महसूस नहीं की गई। इस जरूरत को ഈ ആവശ്യം നിറവേറ്റാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ पर काम किया। പ്രവർത്തനം നടത്തി. सरकार के സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചു. ऑक्सीजन रेल ഓക്സിജൻ റെയിൽ ഓടിച്ചു. एयरफोर्स के എയർഫോഴ്സ് വിമാനങ്ങൾ പറത്തി. नौसेना നാവികസേനയും പ്രവർത്തിച്ചു. बहुत ही कम समय में കുറഞ്ഞ സമയത്തിനുള്ളിൽ लिक्विड ദ്രവീകൃത ഓക്സിജൻ ഉത്പാദനം 10 ഇരട്ടി വർദ്ധിപ്പിച്ചു. गुना से ज्यादा बढ़ाया गया। दुनिया के ലോകത്തിന്റെ ഓരോ മൂലയിൽ നിന്നും जहां कहीं എവിടെ നിന്നായാലും जो कुछ ലഭ്യമായവയെല്ലാം എത്തിച്ചു. उपलब्ध हो सकता था उसको प्राप्त करने का भरसक प्रयास किया गया, लाया गया। इसी तरह ഇത്തരത്തിൽ जरूरी അടിയന്തര മരുന്നുകളുടെ ഉത്പാദനവും कई गुना 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. विदेशों में വിദേശങ്ങളിൽ നിന്ന് ലഭ്യമായ മരുന്നുകളെല്ലാം वहां से उन्हें അവിടെ നിന്നും കൊണ്ടുവരുന്നതിന് कोई को സർവ പരിശ്രമവും നടത്തി. छोड़ी गई। साथियों, സുഹൃത്തുക്കളെ, कोरोना जैसे കൊറോണയെ പോലെ അദൃശ്യവും और रूप രൂപം മാറുന്നതുമായ दुश्मन ശത്രുവിനെതിരായുള്ള യുദ്ധത്തിൽ लड़ाई में ഏറ്റവും ശക്തിയേറിയ ആയുധം प्रभावी हथियार കോവിഡ് പ്രോട്ടോകോളാണ്. कोविड प्रोटोकॉल है। मास्क, മാസ്കും 2 गज की 2 യാർഡ് അകലം और പാലിക്കലും. बाकी सारी सावधानियां ഈ യുദ്ധത്തിൽ का पालन ही है। വാക്സിൻ इस लड़ाई में നമുക്ക് സുരക്ഷാ കവചമാണ്. वैक्सीन हमारे लिए सुरक्षा कवच की तरह है। आज ഇപ്പോൾ ലോകത്തുള്ള വാക്സിന്റെ ആവശ്യം वैक्सीन के लिए जो मांग है उसकी तुलना में അതിന് തുല്യമായ ഉത്പാദനം നടത്തുന്ന രാജ്യവും हमारे देश और वैक्सीन बनाने वाली कंपनी കമ്പനികളും വളരെ കുറവാണ്. कम है, इन्हीं गिनी है। कल्पना करिए സങ്കല്പിച്ചു നോക്കൂ, कि अभी हमारे पास ഇന്ന് നമുക്ക് ഭാരതത്തിൽ നിർമ്മിച്ച വാക്സിൻ वैक्सीन नहीं होती ഇല്ലാതിരുന്നുവെങ്കിൽ तो आज ഭാരതത്തെ പോലൊരു വിശാല ദേശത്ത് देश में क्या हो എന്തായിരുന്നു അവസ്ഥ? आप വിദേശങ്ങളിൽ 50
60 വാക്സിൻ പ്രവർത്തനം പൂർത്തിയാക്കിയാലും तो पता चलेगा നമ്മുടെ രാജ്യത്ത് कि भारत വാക്സിനേഷൻ തുടങ്ങാനാകുമായിരുന്നില്ല. वैक्सीन प्राप्त करने में दशकों लग जाते थे. विदेशों में वैक्सीन का काम पूरा हो जाता था, तब भी हमारे देश में वैक्सीनेशन വിദേശങ്ങളിൽ വാക്സിൻ നിർമ്മാണം പൂർത്തിയായാലും നമ്മുടെ രാജ്യത്ത് വാക്സിൻ നിർമ്മാണം തുടങ്ങാനാകുമായിരുന്നില്ല. स्मॉल पॉक्स പോളിയോ വാക്സിൻ ആയാലും कहते हैं, ചിക്കൻ പോക്സിനുള്ള വാക്സിൻ ആയാലും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ആയാലും इनके लिए देशवासी ദേശവാസികൾ ഇതിനായി दशकों तक ദശകങ്ങളോളം കാത്തിരുന്നു. इंतजार किया था. जब 2014 में 2014 देशवासियों ने हमें सेवा എനിക്ക് സേവനത്തിനുള്ള അവസരം ലഭിച്ചപ്പോൾ तो भारत में ഭാരതത്തിൽ വാക്സിനേഷൻ കവറേജ് का कवरेज 60% भारत में वैक्सीनेशन का कवरेज सिर्फ 60% के आसपास था. 60% के आसपास था. 60% മാത്രം. और हमारी दृष्टि में നമ്മുടെ കാഴ്ചപ്പാടിൽ चिंता की बात, ഇത് ചിന്തനീയമായിരുന്നു. जिस रफ्तार से ഏത് വേഗതയിലാണോ भारत का ഭാരതത്തിൽ വാക്സിനേഷൻ പരിപാടി നടന്നിരുന്നത്, उस रफ्तार से അതേ വേഗതയിൽ देश को രാജ്യത്ത് 100% 100% വാക്സിനേഷൻ കവറേജ് നേടാൻ करीब ഏകദേശം 40 വർഷം വേണ്ടി വരുമായിരുന്നു. हमने इस നാം समस्या ഈ പ്രശ്നം പരിഹരിക്കാൻ मिशन മിഷൻ ഇന്ദ്രധനുഷ് പദ്ധതി നടപ്പിലാക്കി. हमने तय किया. ഞങ്ങൾ തീരുമാനിച്ചു, मिशन इंद्रधनुष മിഷൻ ഇന്ദ്രധനുഷിന്റെ മാധ്യമത്തിലൂടെ स्तर पर യുദ്ധകാലാടിസ്ഥാനത്തിൽ वैक्सीनेशन किया വാക്സിനേഷൻ സാധ്യമാകും. और देश में രാജ്യത്ത് जिसको भी വാക്സിൻ ആവശ്യമുള്ളവർക്കെല്ലാം उसे വാക്സിൻ നൽകുന്നതിന് പരിശ്രമിക്കും. प्रयास होगा. हमने मिशन मोड में काम किया. ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. सिर्फ കേവലം 5-6 വർഷത്തിനുള്ളിൽ साल में ही वैक्सीन വാക്സിനേഷൻ കവറേജ് 60 60% നിന്നും വർദ്ധിച്ച് 90 90% മുകളിലായി. 60 से 90 यानी അതായത് हमने वैक्सीनेशन നമ്മൾ വാക്സിനേഷൻ വേഗതയും और ഭാവിയും വർദ്ധിപ്പിച്ചു. भी बढ़ाया. हमने बच्चों को നമ്മൾ കുഞ്ഞുങ്ങളെ कई അനേകം ജീവനെടുക്കുന്ന രോഗങ്ങളിൽ നിന്ന് जाने के लिए രക്ഷിക്കുന്നതിനായി कई नए അനേകം പുതിയ വാക്സിനുകൾ टीकाकरण अभियान का ഭാരതത്തിന്റെ വാക്സിനേഷൻ പദ്ധതിയുടെ हमने इसलिए किया ഭാഗമാക്കി. क्योंकि हमें हमारे देश के बच्चों की ഇത് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് चिंता ഭാരതത്തിലെ കുട്ടികളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. बच्चों की चिंता थी. പാവപ്പെട്ടവരെ പറ്റി ചിന്തയുണ്ടായിരുന്നു. टीका लग ही नहीं पाता. ഒരിക്കലും വാക്സിനേഷൻ ലഭിക്കാത്ത പാവപ്പെട്ടവരെ കുട്ടികളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. टीकाकरण कवरेज की तरफ बढ़ നാം 100% വാക്സിനേഷൻ കവറേജിലേക്ക് മുന്നേറുമ്പോഴാണ് ने हमें घेर लिया. കൊറോണ വൈറസ് നമ്മെ ആക്രമിച്ചത്. नहीं, രാജ്യത്ത് മാത്രമല്ല, दुनिया के सामने ലോകം മുഴുവൻ ആകാംക്ഷാഭരിതമായിരുന്നു. आशंकाएं घिरने लगी कि अब भारत ഭാരതം എങ്ങനെയാണ് ഇത്രയും വലിയ ജനസംഖ്യയെ രക്ഷിക്കുന്നതെന്ന്. लेकिन साथियों എന്നാൽ സുഹൃത്തുക്കളെ, नीयत साफ हो, വിധി നല്ലതാകുമ്പോൾ, नीति स्पष्ट, നീതി സ്പഷ്ടമാകുമ്പോൾ निरंतर നിരന്തര പരിശ്രമത്തിലൂടെ ഫലം നേടാനാകും. नतीजे भी मिलते हैं. हर आशंका को ആകാംക്ഷകളെല്ലാം അകറ്റിക്കൊണ്ട് करके ഭാരതം 1 വർഷത്തിനുള്ളിൽ തന്നെ एक साल के भीतर ही एक नहीं ഒന്നല്ല बल्कि 2 വാക്സിനുകൾ मेड इन തദ്ദേശീയമായി വികസിപ്പിച്ചു. हमारे देश ने വലിയ വലിയ രാജ്യങ്ങൾക്ക് ഒട്ടും പിന്നിലല്ല നമ്മുടെ രാജ്യമെന്ന് दिया. ഇത് കാട്ടിക്കൊടുത്തു. बड़े बड़े देशों से पीछे नहीं है. आज जब मैं വൻകിട രാജ്യങ്ങൾക്ക് ഒട്ടും പിന്നിലല്ല നമ്മുടെ ഭാരതമെന്ന് 23 करोड़ നമ്മുടെ രാജ്യവും രാജ്യത്തെ ശാസ്ത്രജ്ഞരും കാട്ടിക്കൊടുത്തു. दी जा चुकी है. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ രാജ്യത്ത് 23 കോടിയിലധികം ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. विश्वास സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പറയുന്നത് വിശ്വാസേന സിദ്ധി എന്നാണ്. अर्थात അതായത് हमारे प्रयासों में പരിശ്രമത്തിലൂടെ सफलता നാം വിജയം കൈവരിക്കും. जब हमें അതിന് स्वयं पर നാം ആത്മവിശ്വാസം കൈവരിക്കണം.
हमें पूरा विश्वास था कि നമ്മുടെ ശാസ്ത്രജ്ഞർ वैज्ञानिक കുറഞ്ഞ സമയത്തിനുള്ളിൽ വാക്സിൻ നിർമ്മാണത്തിൽ വിജയം കൈവരിക്കുമെന്ന് बनाने में सफलता നമ്മൾ വിശ്വസിച്ചിരുന്നു. इसी विश्वास ഈ വിശ്വാസത്തോടെ जब हमारे നമ്മുടെ ശാസ്ത്രജ്ഞർ अपना ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ तभी നമ്മൾ हमने ലോജിസ്റ്റിക് മുതലായ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. आप सब നിങ്ങൾക്ക് തീർച്ചയായും അറിയാം, कि पिछले साल കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കൊറോണ കേസുകൾ अप्रैल में ചില ആയിരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. कोरोना के कुछ ही हजार केस थे. उसी समय ആ സമയത്ത് തന്നെ टास्क फोर्स का വാക്സിൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. में ഭാരതത്തിൽ ഭാരതത്തിനായി വാക്സിൻ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ने हर സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകി. वैक्सीन निर्माण വാക്സിൻ നിർമ്മാതാക്കൾക്ക് ക്ലിനിക്കൽ ട്രയലിനുള്ള സഹായം നൽകി. रिसर्च और ഗവേഷണം, डेवलपमेंट के लिए जरूरी പുരോഗതി എന്നിവയ്ക്കാവശ്യമായ ഫണ്ട് നൽകി. എല്ലാ തലത്തിലും സർക്കാർ അവരോടൊപ്പം कंधा मिला തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. आत्मनिर्भर ആത്മനിർഭർ ഭാരത് പാക്കേജിനുള്ളിൽ मिशन कोविड മിഷൻ കോവിഡ് സുരക്ഷാ മാധ്യമത്തിൽ उन्हें हजारों അവർക്ക് ആയിരക്കണക്കിന് കോടി രൂപ അനുവദിച്ചു. पिछले काफी समय കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ देश രാജ്യം लगातार നിരന്തര പരിശ്രമം നടത്തുകയാണ്. परिश्रम कर रहा है. അതിലൂടെ उससे വരും ദിവസങ്ങളിൽ आने वाले दिनों में വാക്സിൻ വിതരണം वैक्सीन की सप्लाई കൂടുതൽ വർദ്ധിപ്പിക്കും. और भी ज्यादा बढ़ने वाली है. आज देश में ഇന്ന് രാജ്യത്ത് 7 കമ്പനികൾ വിവിധ തരത്തിലുള്ള വാക്സിനുകൾ ഉത്പാദിപ്പിക്കുന്നു. 3 और 3 മറ്റ് വാക്സിനുകളുടെ ട്രയൽ एडवांस ആരംഭ ദിശയിലാണ്. वैक्सीन की വാക്സിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനായി दूसरे देश മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്നും वैक्सीन വാക്സിൻ വാങ്ങുന്നതിനുള്ള പ്രക്രിയയ്ക്ക് तेज വേഗത നൽകുകയാണ്. इधर हाल के दिनों ഇവിടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ कुछ एक्सपर्ट ചില വിദഗ്ധർ हमारी നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള ചിന്ത പങ്കുവച്ചിരുന്നു. चिंता जताई गई है. इस दिशा में भी ഈ മേഖലയിൽ 2 2 വാക്സിനുകളുടെ ട്രയൽ വേഗത്തിൽ തുടരുകയാണ്. इसके अलावा ഇതുകൂടാതെ अभी देश രാജ്യത്തൊരു നേസൽ വാക്സിനും नेजल वैक्सीन പരീക്ഷണ ഘട്ടത്തിലാണ്. नेजल वैक्सीन पर भी रिसर्च जारी है. इसे ഇത് സിറിഞ്ചിലൂടെ അല്ലാതെ सिरिंज से न മൂക്കിൽ देकर സ്പ്രേ ചെയ്യാനാകും. नाक में स्प्रे किया जाएगा. देश को अगर രാജ്യത്ത് അടുത്ത് തന്നെ निकट भविष्य ഭാവിയിൽ ഒരു വാക്സിൻ കൂടി വിജയിച്ചാൽ सफलता मिलती है तो इससे അത് രാജ്യത്തിന്റെ वैक्सीन अभियान വാക്സിൻ പദ്ധതിക്ക് പുരോഗതി നൽകും. तेजी आएगी. साथियों, സുഹൃത്തുക്കളെ, इतने कई ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ वैक्सीन വാക്സിൻ നിർമ്മിക്കുക अपने आप നമുക്ക് സ്വയവും पूरी മാത്രമല്ല मानवता के लिए മാനവരാശിക്ക് മുഴുവൻ വലിയ വിജയമാണ്. എന്നാൽ लेकिन അതിന് അതിരുകളുണ്ട്. अपनी सीमाएं भी हैं. वैक्सीन വാക്സിൻ നിർമ്മാണത്തിന് ശേഷവും दुनिया के ലോകത്തെ കുറച്ച് രാജ്യങ്ങളിൽ വാക്സിനേഷൻ ആരംഭിച്ചു. वैक्सीनेशन प्रारंभ हुआ और ज्यादातर കൂടുതലും സമ്പന്ന രാജ്യങ്ങളിലാണ് ആരംഭിച്ചത്. में ही शुरू हुआ. WHO വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. गाइडलाइंस दी. वैज्ञानिकों के ശാസ്ത്രജ്ഞർ വാക്സിനേഷന് वैक्सीनेशन രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. और भारत ने भी ഭാരതവും जो अन्य देश മറ്റ് രാജ്യങ്ങളുടെ മികച്ച പരിശ്രമങ്ങൾ പോലെ विश्व स्वास्थ्य ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി उसी आधार ആ രീതികൾ പിന്തുടർന്നാണ് बद्ध तरीके വാക്സിനേഷൻ നിശ്ചയിച്ചത്. तय किया. केंद्र सरकार കേന്ദ്ര സർക്കാർ मुख्यमंत्री സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നടത്തിയ से जो सुझाव അനേകം മീറ്റിംഗുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും दलों के साथियों द्वारा जो सुझाव मिले പാർലമെന്റ് അംഗങ്ങൾ നൽകിയ നിർദ്ദേശങ്ങളും भी पूरा ध्यान रखा. പൂർണ്ണമായും ശ്രദ്ധിച്ചു. इसके बाद ही ഇതിനുശേഷം തീരുമാനിച്ചത് हुआ കൊറോണ കൂടുതൽ അപകടം വരുത്തുന്നവർക്ക് कोरोना से ज्यादा खतरा है പ്രഥമ പരിഗണന നൽകണം എന്നാണ്. प्राथमिकता दी जाएगी. इसलिए ही ഇതുകൊണ്ട് हेल्थ वर्कर, ആരോഗ്യ പ്രവർത്തകർ, फ्रंटलाइन वर्कर, മുന്നണി പോരാളികൾ, 60 वर्ष 60 വയസ്സിന് മുകളിലുള്ളവർ, नागरिक, രോഗബാധിതർ, बीमारियों से ग्रसित 45 45 വയസ്സിന് മുകളിലുള്ള പൗരന്മാർ,
इन सब ഇവർക്കെല്ലാം വാക്സിൻ ആദ്യം നൽകേണ്ടതുണ്ട്. शुरू होगी. आप कल्पना कर सकते നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, हैं, कोरोना കൊറോണയുടെ രണ്ടാം വ്യാപനത്തിന് മുമ്പ് पहले നമ്മുടെ മുന്നണി പോരാളികൾക്ക് फ्रंटलाइन वर्कर्स को വാക്സിൻ നൽകിയില്ലായിരുന്നു എങ്കിൽ नहीं लगी होती. സ്ഥിതി എന്താകുമായിരുന്നു? सोचिए, हमारे डॉक्टर, ചിന്തിക്കൂ, नर्सिंग നമ്മുടെ ഡോക്ടർമാർ, वैक्सीन നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്ക് तो क्या होता. വാക്സിൻ നൽകിയില്ലായിരുന്നെങ്കിൽ अस्पतालों में എന്താകുമായിരുന്നു? वाले हमारे भाई ആശുപത്രികളിൽ ശുചീകരണം നടത്തുന്ന നമ്മുടെ സഹോദരങ്ങൾ, भाई ആംബുലൻസ് ഡ്രൈവർമാർ, लगी होती ഇവർക്ക് വാക്സിൻ നൽകിയില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? से ज्यादा हेल्थ वर्क പരമാവധി ആരോഗ്യ പ്രവർത്തകർക്ക് वैक्सीनेशन വാക്സിൻ നൽകിയതിലൂടെയാണ് वो निश्चित അവർക്ക് ചിന്താരഹിതമായി दूसरों മറ്റുള്ളവരെ സേവിക്കാനായത്, लाखों ലക്ഷക്കണക്കിന് ദേശവാസികളുടെ ജീവൻ രക്ഷിക്കാനായത്. लेकिन എന്നാൽ देश में രാജ്യത്ത് കുറഞ്ഞുവരുന്ന കൊറോണ കണക്കുകൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ अलग अलग വിവിധ നിർദ്ദേശങ്ങൾ കടന്നുവന്നു, भिन्न भिन्न मांग വിവിധ ആവശ്യങ്ങൾ കടന്നുവന്നു. पूछा जाने लगा. ചോദിക്കാൻ തുടങ്ങി, सब कुछ भारत सरकार എല്ലാ കാര്യങ്ങളും ഭാരത സർക്കാർ തന്നെ തീരുമാനിക്കുന്നത് എന്തിനാണ്? नहीं दी जा रही है. സംസ്ഥാന സർക്കാരുകൾക്ക് राज्य सरकारों എന്തുകൊണ്ട് അവസരം നൽകുന്നില്ല? को नहीं मिल रही है. वन साइज സംസ്ഥാന സർക്കാരുകൾക്ക് ऑल. ലോക്ക്ഡൌൺ ഇളവ് നൽകാൻ കഴിയാത്തത് എന്താണ്? दलील ये दी गई कि संविधान में ഒരേ അളവ് എല്ലാവർക്കും പാകമാകില്ല തുടങ്ങിയ കാര്യങ്ങൾ. കാരണം ഇതാണ്, ഭരണഘടനയിൽ ആരോഗ്യം പ്രധാനമായും സംസ്ഥാന വിഷയമാണ്. राज्य ही करें. അതുകൊണ്ട് നല്ലത് സംസ്ഥാനങ്ങൾ ചെയ്യുന്നതാണ്. दिशा में അതിനാൽ एक शुरुआत की ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. सरकार ने ഭാരത സർക്കാർ बृहद गाइडलाइन ഒരു വലിയ മാർഗനിർദ്ദേശം തയ്യാറാക്കി. ताकि राज्य ഇത് സംസ്ഥാനങ്ങൾക്ക് നൽകി. आवश्यकता കാരണം सुविधा के अनुसार സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യവും സൗകര്യവും അനുസരിച്ച് പ്രവർത്തിക്കാം. स्तर पर कोरोना कर्फ्यू, പ്രാദേശിക തലത്തിൽ കൊറോണ കർഫ്യൂ നടപ്പിലാക്കുക, कंटेनमेंट जोन, മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ നിർമ്മിക്കുക, इलाज से जुड़ी ചികിത്സാ സൗകര്യങ്ങൾ നടപ്പിലാക്കുക. भारत सरकार ഭാരത സർക്കാർ राज्य സംസ്ഥാനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു. स्वीकार किया. साथियों, സുഹൃത്തുക്കളെ, इस साल ഈ വർഷം ജനുവരി 16 മുതൽ जनवरी से शुरू होकर ഏപ്രിൽ മാസാരംഭം വരെ अप्रैल महीने के अंत तक भारत ഭാരതത്തിന്റെ വാക്സിനേഷൻ പദ്ധതി मुख्यतः കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലായിരുന്നു. देखरेख में ही चला. सभी को मुफ्त എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുന്ന കാര്യത്തിൽ देश आगे. രാജ്യം മുന്നേറുകയായിരുന്നു. देश के नागरिक രാജ്യത്തെ പൗരന്മാരും നിയമങ്ങൾ അനുസരിച്ച് पालन करते हुए തങ്ങൾക്ക് बारी आने അവസരം ലഭിക്കുന്നതിനനുസരിച്ച് रहे थे. വാക്സിൻ എടുത്തിരുന്നു. कई राज्य ഇതിനിടയിൽ പല സംസ്ഥാനങ്ങളും വീണ്ടും പറഞ്ഞു, की वैक्सीन का काम വാക്സിന്റെ ജോലിയിൽ വികേന്ദ്രീകരണം കൊണ്ടുവരണമെന്ന്. और राज्यों पर छोड़ ഇത് സംസ്ഥാനങ്ങൾക്ക് നൽകണം. तरह तरह के വിവിധ ശബ്ദങ്ങൾ ഉയർന്നു. जैसे വാക്സിന് വേണ്ടി वैक्सीनेशन ഏജ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. एज ग्रुप क्यों बनाए गए. दूसरी तरफ किसी ने മറുവശത്ത് ആരോ പറഞ്ഞു, उम्र की सीमा आखिर केंद्र सरकार ही. വയസ്സ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് എന്തിന്? आवाजें तो ऐसी भी उठी कि बुजुर्गों का वैक्सीन ചിലർ പറഞ്ഞു, മുതിർന്ന ആളുകൾക്ക് ആദ്യം വാക്സിൻ നൽകുന്നത് എന്തിനാണ്? के दबाव भी बनाए. നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായി. देश के मीडिया में രാജ്യത്തെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം इसे कैंपेन के ഇതിൽ പ്രചരണം നൽകി. साथियों का സുഹൃത്തുക്കളെ, मनन ഒരുപാട് ചർച്ചകൾക്ക് ശേഷം इस बात पर ഇക്കാര്യം സമ്മതിച്ചു. कि राज्य सरकार സംസ്ഥാന സർക്കാരുകളുടെ പരിശ്രമങ്ങളെ करना चाहती है ഭാരത സർക്കാർ നിരാകരിക്കുന്നത് എന്തിനാണ്? और भारत सरकार इतना क्यों करे. राज्यों की സംസ്ഥാനങ്ങളുടെ ഈ ആവശ്യം കണ്ട് उनके അവരുടെ ആഗ്രഹങ്ങൾക്ക് ശ്രദ്ധ നൽകി. 16 जनवरी ജനുവരി 16 മുതൽ चली आ रही തുടർവന്ന വ്യവസ്ഥകൾക്ക് उसमें പ്രായോഗിക തലത്തിൽ ഒരു മാറ്റം വരുത്തി. एक बदलाव किया गया. हमने सोचा ഞങ്ങൾ ചിന്തിച്ചു, कि राज्य ये मांग സംസ്ഥാനങ്ങളുടെ ആവശ്യം, उनका उत्साह, അവരുടെ ഉത്സാഹം, तो चलो भाई അതിനാൽ 25% 25% പ്രവർത്തനം उन्हीं को അവരെ ഏൽപ്പിക്കണം. दिया जाए, उन्हीं को दे दिया जाए. स्वाभाविक. സ്വാഭാവികമാണ്. 1 मई മെയ് 1 മുതൽ സംസ്ഥാനങ്ങൾക്ക് 25% ജോലി നൽകി. उनके हवाले कर दिया गया. उसे पुराना അത് പൂർത്തീകരിക്കാൻ അവർ തങ്ങളുടേതായ രീതിയിൽ പരിശ്രമിച്ചു.
इतने बड़े काम ഇത്രയും വലിയ പദ്ധതിയിൽ വരുന്ന വിഷമതകൾ की कठिनाइयां അവർക്കും ബോധ്യപ്പെട്ടു. ये भी उनके ध्यान में आने ലോകം മുഴുവനുള്ള വാക്സിനേഷന്റെ സ്ഥിതി, पूरी दुनिया में वैक्सीन की क्या स्थिति है, അതിന്റെ സത്യാവസ്ഥ सच्चाई से भी അവർക്ക് ബോധ്യപ്പെട്ടു. राज्य परिचित हुए और हमने देखा ഒരു വശത്ത് നാം കണ്ടു तरफ മെയിലെ രണ്ടാം വ്യാപനം, सेकंड वेव, दूसरी മറുവശത്ത് വാക്സിനേഷനായുള്ള ആളുകളുടെ ആവശ്യം, तरफ रुझान और तीसरी മൂന്നാമത് राज्य सरकार സംസ്ഥാന സർക്കാരുകളുടെ പ്രയാസങ്ങൾ. मई में 2 മെയ് മാസത്തിൽ 2 ആഴ്ച പിന്നിട്ടപ്പോൾ कुछ राज्य പല സംസ്ഥാനങ്ങളും തുറന്നു പറഞ്ഞു ये कहने लगे कि മുൻപുള്ള സംവിധാനമാണ് നല്ലതെന്ന്. धीरे धीरे പല സംസ്ഥാനങ്ങളും പതുക്കെ ഇതിൽ പങ്കാളികളായി. वैक्सीन का काम സാവകാശം ഇതിൽ പല സംസ്ഥാനങ്ങളും പങ്കെടുത്തു. വാക്സിനേഷൻ സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കണം, ഇതിനായി വക്കാലത്ത് ചെയ്തവരുടെ ചിന്തയ്ക്ക് മാറ്റം വന്നു. एक अच्छी बात रही നല്ല കാര്യം ഇതാണ്, कि समय रहते സംസ്ഥാനങ്ങൾ राज्य പുനർചിന്തനം എന്ന ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. फिर आगे आए राज्यों के इस സംസ്ഥാനങ്ങളുടെ ഈ ആവശ്യത്തിൽ हमने भी सोचा ഞങ്ങൾ ചിന്തിച്ചു, कि देशवासियों ദേശവാസികൾക്ക് പ്രയാസമുണ്ടാകരുത്, सुचारू रूप से ശരിയായ തരത്തിൽ हो। അവർക്ക് വാക്സിൻ ലഭിക്കണം. 1 मई അതിനായി पहले മെയ് 1 മുമ്പുള്ള പഴയ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചു. अप्रैल अंत तक जो व्यवस्था थी, पहले वाली पुरानी व्यवस्था को फिर से लागू किया जाए। साथियों, സുഹൃത്തുക്കളെ, आज വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് लिया गया है സംസ്ഥാന സർക്കാരുകൾക്കുണ്ടായിരുന്ന ആ 25% ജോലിയുടെ ഉത്തരവാദിത്വവും वैक्सीनेशन से जुड़ा ഭാരത സർക്കാർ ഏറ്റെടുക്കാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. की जिम्मेदारी भी भारत सरकार उठाएगी। ये व्यवस्था ഈ വ്യവസ്ഥ आने वाले വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തുടങ്ങുന്നതായിരിക്കും. लागू की जाएगी। इन 2 सप्ताह ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ केंद्र और राज्य കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ नई गाइडलाइन പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് तैयारी ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തും. संयोग है कि 2 2 ആഴ്ചയ്ക്ക് ശേഷം ജൂൺ 21 को ही അന്താരാഷ്ട്ര യോഗ ദിനമെന്ന योग दिवस യാദൃച്ഛികതയും ഉണ്ട്. 21 जून ജൂൺ 21 തിങ്കളാഴ്ച മുതൽ देश के हर राज्य രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും 18 वर्ष से 18 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കുമുള്ള വാക്സിൻ ये സംസ്ഥാനങ്ങൾക്ക് ഭാരത സർക്കാർ സൗജന്യമായി നൽകും. मुफ्त वैक्सीन मुहैया कराएगी। वैक्सीन निर्माण മൊത്തം വാക്സിൻ ഉത്പാദനത്തിന്റെ कुल वैक्सीन 75% 75 ഭാരത സർക്കാർ തന്നെ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങി ही खरीद कर സംസ്ഥാന സർക്കാരുകൾക്ക് सरकारों को സൗജന്യമായി നൽകും. यानी देश അതായത് किसी भी राज्य രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിനും वैक्सीन पर വാക്സിനായി कुछ ഒരു തുകയും ചെലവഴിക്കേണ്ടതില്ല. अब तक ഇതുവരെ देश के രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ വാക്സിൻ ലഭിച്ചു. हैं। अब ഇനി മുതൽ 18 वर्ष की 18 വയസ്സ് പ്രായമുള്ളവരും ഇവരോടൊപ്പം ചേരും. जुड़ जाएंगे। എല്ലാ ദേശവാസികൾക്കും देशवासियों के लिए ഭാരത സർക്കാർ തന്നെ भारत സൗജന്യമായി വാക്സിൻ ഉറപ്പുവരുത്തും. वैक्सीन उपलब्ध करवाएगी। गरीब हो, പാവപ്പെട്ടവർ ആകട്ടെ, निम्न मध्यम താഴ്ന്ന മധ്യവർഗമാകട്ടെ, मध्यम മധ്യവർഗമാകട്ടെ, या फिर उच्च, അല്ലെങ്കിൽ ഉയർന്ന വർഗമാകട്ടെ, भारत सरकार ഭാരത സർക്കാരിന്റെ ഈ യജ്ഞത്തിലൂടെ मुफ्त സൗജന്യ വാക്സിൻ ലഭിക്കും. लगाएगी। हाँ, जो व्यक्ति സൗജന്യമായി വാക്സിൻ ആവശ്യമില്ലാത്തവർക്ക് चाहते हैं സ്വകാര്യ ആശുപത്രി വഴി प्राइवेट अस्पताल വാക്സിൻ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്കും പരിഗണന ലഭിച്ചിട്ടുണ്ട്. गया है। देश में സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് इनमें से രാജ്യത്ത് 25% വാക്സിനും നേരിട്ട് വാങ്ങിക്കാനുള്ള ക്രമീകരണം തുടരും. सीधे ले पाए, ये व्यवस्था जारी रहेगी। प्राइवेट अस्पताल സ്വകാര്യ ആശുപത്രികൾ वैक्सीन की വാക്സിന്റെ നിശ്ചിത വിലയ്ക്ക് ശേഷം ഒരു ഡോസിന് പരമാവധി 150 രൂപ മാത്രമേ സർവീസ് ചാർജ് എടുക്കാൻ പാടുള്ളൂ. 50 रुपये ही सर्विस चार्ज ले सकेंगे। इसकी निगरानी ഇത് നിരീക്ഷിക്കാനുള്ള ചുമതല राज्य सरकार സംസ്ഥാന സർക്കാരുകളിൽ നിക്ഷിപ്തമായിരിക്കും. साथियों, സുഹൃത്തുക്കളെ, हमारे साथ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, प्राप्य പ്രാപ്യ आदम ആപദം ന
व्यथते വ്യഥതേ കഥാചിത് ഉദ്യോഗം അനു इच्छति ഇച്ഛതി ച പ്രമത്തഃ. अर्थात അതായത് विजेता വിജയികൾ ആപത്ത് നേരിടുമ്പോൾ पर തളർന്ന് തോൽവി സമ്മതിക്കാറില്ല. हार नहीं मानते മറിച്ച് बल्कि പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. उद्यम करते हैं എന്നിട്ട് വെല്ലുവിളികളെ മറികടന്ന് വിജയിക്കും. और परिस्थिति पर जीत हासिल करते हैं. कोरोना से കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിന്റെ യാത്രയിൽ 130 കോടിയിലധികം ഇന്ത്യക്കാർ अभी പരസ്പര സഹകരണത്തോടെയും आपसी രാപ്പകലുകളുടെ കഠിനാധ്വാനത്തിലൂടെയും പങ്കെടുത്തു. आगे भी അധ്വാനത്തിലൂടെയും സഹകരണത്തിലൂടെയും ഭാവിയിലും सहयोग നമ്മുടെ മുന്നോട്ടുള്ള പാത ശക്തിപ്പെടും. हम वैक्सीन प्राप्त വാക്സിൻ സമാഹരണം बढ़ाएंगे. നമ്മൾ ത്വരിതപ്പെടുത്തുകയും वैक्सीनेशन വാക്സിനേഷൻ യജ്ഞത്തിന് और गति കൂടുതൽ വേഗത കൈവരുത്തുകയും ചെയ്യും. हमें याद रखना है നമ്മൾ ഒരു വസ്തുത ഓർക്കേണ്ടിയിരിക്കുന്നു. वैक्सीनेशन की നിലവിൽ തന്നെ വാക്സിനേഷന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിലാണ് നാം. तेज हैं. अनेक അനേകം വികസിത രാജ്യങ്ങളെക്കാൾ വേഗത്തിലാണ് നാം. हमने നമ്മൾ ഉണ്ടാക്കിയ ടെക്നോളജി പ്ലാറ്റ്ഫോം फॉर्म बनाया है. കോവിൻ कोविन ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാണ്. चर्चा हो रही है. अनेक देशों ने ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ प्लेटफॉर्म को പല രാജ്യങ്ങളും താത്പര്യം പ്രകടിപ്പിച്ചു. रुचि भी दिखाई है. हम सब देख रहे हैं വാക്സിനേഷന്റെ ഓരോ ഡോസും वैक्सीन की എത്ര പ്രധാനമാണെന്ന് डोज എല്ലാവരും കാണുന്നു. कितनी महत्वपूर्ण है. हर डोज ഓരോ ഡോസിലും ഒരു ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നു. केंद्र सरकार ने ഓരോ സംസ്ഥാനങ്ങൾക്കും व्यवस्था भी എത്ര വാക്സിൻ ഡോസുകൾ ലഭിക്കുമെന്ന് बनाई को ആഴ്ചകൾക്ക് മുൻപ് തന്നെ അവരെ അറിയിക്കുന്നുണ്ട്. जाएगा कि उसे कब कितनी डोज मिलने वाली है. मानवता के മാനവികതയുടെ ഈ പവിത്രമായ പ്രവൃത്തിയിൽ അനാവശ്യമായ വിവാദങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും അനുപേക്ഷണീയമല്ല. ऐसी बातों को कोई भी अच्छा नहीं मानता है. वैक्सीन के വാക്സിൻ ലഭ്യത അനുസരിച്ച് साथ പൂർണ്ണ ചിട്ടയോടെ നൽകുവാൻ अनुशासन के साथ അതുവഴി രാജ്യത്തെ ഓരോ പൗരനിലും എത്തിച്ചേരേണ്ടത് देश के हर ഓരോ സർക്കാരുകളുടെയും हम पहुंच सके. ജനപ്രതിനിധികളുടെയും हर सरकार ഓരോ ഭരണകൂടങ്ങളുടെയും സാമൂഹിക കടമയാണ്. सामूहिक जिम्मेदारी है. प्रिय देशवासियों, പ്രിയ ദേശവാസികളെ, टीकाकरण के വാക്സിനേഷന് പുറമെ आज एक और ഇന്ന് മറ്റൊരു വലിയ തീരുമാനത്തെക്കുറിച്ച് उस फैसले से നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. कराना चाहता हूं. पिछले वर्ष കഴിഞ്ഞ വർഷം കൊറോണ കാരണം के कारण ലോക്ക്ഡൌൺ लॉकडाउन लगा ചുമത്തേണ്ടി വന്നപ്പോൾ तो प्रधानमंत्री പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പ്രകാരം 80 കോടിയിലധികം ജനങ്ങൾക്ക് 8 മാസത്തേക്ക് देशवासियों രാജ്യം സൗജന്യ റേഷൻ ഏർപ്പെടുത്തിയിരുന്നു. की व्यवस्था हमारे देश ने की थी. इस वर्ष ഈ വർഷവും രണ്ടാം തരംഗം കാരണം की वेव के कारण മെയ് ജൂൺ മാസങ്ങളിലേക്ക് और जून പദ്ധതി നീട്ടിയിരുന്നു. इस योजना का विस्तार किया गया था. आज ദീപാവലി വരെ फैसला लिया है പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന നീട്ടുവാൻ योजना को ഇന്ന് സർക്കാർ തീരുമാനമെടുത്തു. दीपावली तक आगे बढ़ाया जाएगा. महामारी के മഹാമാരിയുടെ ഈ സമയത്ത് सरकार പാവപ്പെട്ടവന്റെ ആവശ്യങ്ങളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. उसका साथी बनकर खड़ी है. यानी അതായത് नवंबर तक നവംബർ വരെ 80 കോടിയിലധികം നാട്ടുകാർക്ക് എല്ലാ മാസവും महीने സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ में मुफ्त നിശ്ചിത അളവിൽ ലഭ്യമാക്കും. इस प्रयास का ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രം: कि मेरे किसी भी गरीब എന്റെ ഒരു ദരിദ്ര സഹോദരീ സഹോദരങ്ങളും उसके परिवार അവരുടെ കുടുംബങ്ങളും വിശന്ന് सोना न. കിടന്നുറങ്ങേണ്ടി വരരുത്. साथियों, സുഹൃത്തുക്കളെ, देश में हो रहे രാജ്യത്ത് ഈ ശ്രമങ്ങൾക്കിടയിൽ प्रयासों के बीच പല ഭാഗങ്ങളിൽ നിന്നും कई क्षेत्रों से वैक्सीन को വാക്സിനുകളെ കുറിച്ച് ആശയക്കുഴപ്പങ്ങളും അഭ്യൂഹങ്ങളും പരത്തുന്ന जानकारी തെറ്റായ വിവരങ്ങൾ നൽകുന്നു. आती है. ये चिंता भी ഈ ആശങ്ക നിങ്ങളോട് അറിയിക്കാനും आपके सामने ഞാൻ ആഗ്രഹിക്കുന്നു. जब से भारत ഭാരതം वैक्सीन पर काम വാക്സിനേഷൻ സംബന്ധിച്ച നടപടികൾ എടുത്ത സമയം മുതൽ कुछ लोगों द्वारा സാധാരണ ജനങ്ങളുടെ മനസ്സിൽ बातें कही, ആശങ്ക നിറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നു. आम लोगों के मन में शंका पैदा हो.
कोशिश ये भी हुई ഇന്ത്യയിലെ വാക്സിൻ നിർമ്മാതാക്കളെ നിരുത്സാഹപ്പെടുത്താനും हौसला पस्त അവരുടെ മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും ശ്രമങ്ങൾ നടന്നു. अनेक प्रकार की बाधाएं आए जब भारत की ഭാരതത്തിന്റെ വാക്സിൻ പുറത്തിറങ്ങിയപ്പോൾ മുതൽ माध्यमों से വ്യത്യസ്ത മാർഗങ്ങൾ വഴി को ആശങ്ക പരത്താൻ ശ്രമിച്ചു. वैक्सीन न लगा വാക്സിൻ എടുക്കാതിരിക്കാൻ വിവിധ വാദങ്ങൾ പ്രചരിപ്പിച്ചു. प्रचारित किए गए इन्हें भी ഇതൊക്കെ രാജ്യം കാണുന്നുണ്ട്. देश देख रहा है जो लोग വാക്സിനെ കുറിച്ച് वैक्सीन ആശങ്ക സൃഷ്ടിക്കുന്നവർ, आशंका पैदा कर रहे हैं കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർ, भय फैला रहे हैं वो भोले നിഷ്കളങ്കരായ സഹോദരങ്ങളുടെ जीवन के साथ ജീവൻ വെച്ച് കളിക്കുകയാണ്. बहुत बड़ा खिलवाड़ कर रहे हैं ऐसी अफवाहों से അത്തരം കിംവദന്തികളെ കുറിച്ച് रहने की जरूरत നാം ജാഗരൂകരായിരിക്കണം. मैं भी ഞാൻ നിങ്ങൾ എല്ലാവരോടും, സമൂഹത്തിലെ പ്രബുദ്ധരായ ആളുകളോട്, युवाओं से യുവാക്കളോട് अनुरोध അഭ്യർത്ഥിക്കുകയാണ്. कि आप भी വാക്സിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാൻ को लेकर നിങ്ങൾ ശ്രമിക്കണം. जागरूकता बढ़ाने में सहयोग करें अभी कई ഇപ്പോൾ കൊറോണ കർഫ്യൂവിന്റെ കാര്യത്തിൽ कोरोना പലയിടത്തും ഇളവ് നൽകുന്നുണ്ട്. दी जा रही है എന്നാൽ लेकिन इसका मतलब ये नहीं കൊറോണ നമ്മുടെ ഇടയിൽ നിന്ന് പോയി എന്ന് ഇതിനർത്ഥമില്ല. कोरोना चला गया है हमें നമ്മൾ ജാഗ്രതയോടെ നിലകൊള്ളണം. और കൊറോണയിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള നിയമങ്ങളെ കർശനമായും പിന്തുടരണം. इसे पालन करते रहना है मुझे पूरा विश्वास എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. हम सब നാം എല്ലാം കൊറോണയുടെ മേൽ വിജയം കൈവരിക്കും. जीतेंगे കൊറോണയെ ഇന്ത്യ പരാജയപ്പെടുത്തും. ഈ ആശംസകളോടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. इन्हीं शुभकामनाओं के साथ आप सभी देशवासियों का बहुत बहुत धन्यवाद